അരവിന്ദ് ഷേണായുടെ മുഖത്തേക്ക് നോക്കി ടെൻഷനോടെ നിൽക്കുന്ന അജുവിൻ്റെ കയ്യിൽ മിത്തു മുറുകെ പിടിച്ചു. ഗൗരവത്തോടെ അവൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കുകയാണ് അയാൾ. ആ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങളിലേക്കാണ് അർജുൻ്റെ ശ്രദ്ധ മുഴുവനും. ഓക്കെ മിസ്റ്റർ അർജുൻ. മുഖമുയർത്തി നോക്കിയതിൽ പിന്നെയാണ് അയാൾ അർജുൻ്റെ ടെൻഷൻ നിറഞ്ഞ മുഖം കാണുന്നത്. മുഖത്തെ ഗൗരവം പറിച്ചു മാറ്റി അവിടെ ഒരു നനുത്ത ചിരി മുട്ടിട്ടു. ഇരിക്കും മിഥുൻ. അർജുൻ മുന്നിൽ കിടക്കുന്ന കസേരയിലേക്ക് ചൂണ്ടി അവരോട് പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹവും ഒരു കസേരയിലേക്കിരുന്നു. വളരെ കാര്യത്തോടെ അയാൾ ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനേറെയും ഉത്തരം പറയുന്നത് മിത്തുവാണ്. എന്താവോ തൻ്റെ കാര്യത്തിലുള്ള തീരുമാനമെന്നറിയാനുള്ള അർജുൻ്റെ വേവലാതി മുഴുവനും അവൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ നാളെ ജോയിൻ ചെയ്യുകയല്ലേ അർജുൻ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ചോദ്യത്തിൻ്റെ ആദ്യ നിമിഷം അവനൊന്ന് പകച്ചുപോയി. മിത്തുവിനെ മിഴിച്ചു നോക്കി. അവൻ്റെ മുഖത്തും ഒരു ചിരിയുണ്ട്. യെസ് ഓർ നോ? ഉത്തരം പറ അർജുൻ. ചിരിയോടെ വീണ്ടും ഷേണായി ആവശ്യപ്പെട്ടു. യെസ് സാർ, വരാം വരാം, അർജുൻ വെപ്രാളത്തോടെ പറഞ്ഞു. മിത്തു ഉറപ്പ് പറഞ്ഞിരുന്നുവെങ്കിലും ഇത്രയും പെട്ടെന്നൊരു ജോലി, അതും നല്ലൊരു പോസ്റ്റിലേക്ക്, അർജുൻ കോരിത്തെരിച്ചു പോയിരുന്നു. അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും അവനേതോ മായാലോകത്തായിരുന്നു. നേർത്തൊരു ചിരിയോടെ മിത്തു അതെല്ലാം നോക്കിയിരുന്നു. കരയരുത്, അറ്റ്ലീസ്റ്റ് നമ്മുടെ മോളുടെ മുന്നിലെങ്കിലും. ജോണിൻ്റെ കൈകൾ മരിയ പൊതിഞ്ഞു പിടിച്ചു. പുറത്തെ ബാൽക്കണിയിൽ നിന്നും ആ ലോകത്തൊന്നുമല്ലെന്ന് പോലിരിക്കുന്ന റിമിയെ നോക്കുമ്പോഴെല്ലാം ആ അമ്മ സ്വയം മറന്ന് കരഞ്ഞു. കണ്ണുകൾ പെയ്തില്ലെങ്കിലും അത്രയും തന്നെ നോവിൻ്റെ പേമാരി ജോണും നെഞ്ചിൽ ഒതുക്കി പിടിച്ചിരുന്നു. അവളല്ല, നമ്മളാണ് കുറ്റക്കാർ. നേർവഴി പറഞ്ഞു കൊടുക്കുന്നതാണ് സ്നേഹം. അല്ലാതെ വാശിക്കും ദേഷ്യത്തിനും കൂട്ടിരുന്ന് കൂടുതൽ വളമിട്ട് കൊടുക്കുന്നതിൻ്റെ പേര് സ്നേഹമെന്നല്ല, വാത്സല്യമെന്നല്ല. അത് അഹങ്കാരമാണ്, അഹന്തയാണ്. നമ്മളത് മനസ്സിലാക്കാൻ വൈകി, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വൈകി, നമ്മുടെ മുകളിലേക്ക് പകർന്നു കൊടുക്കാൻ വൈകി. അങ്ങേയറ്റം കുറ്റബോധമുണ്ട് ജോണിൻ്റെ സ്വരത്തിൽ. മരിയ ദുഃഖം സഹിക്കാൻ വയ്യെന്ന പോലെ അയാളുടെ നെഞ്ചിൽ മുഖം വെച്ചുരച്ചു. പണക്കൊഴുപ്പിൻ്റെ ഹുങ്ക് നിറഞ്ഞ ആ കണ്ണുകൾ മകളെ ഓർത്ത് നിർത്താതെ പെയ്തു. അവരുടെ ശ്വാസമാണ് നിർജീവമായ മിഴികളോടെ പ്രതീക്ഷയേറ്റു പോയിരിക്കുന്നത്. ഇതുവരെയും നമ്മൾ അവളുടെ കൂടെ നിൽക്കുകയായിരുന്നില്ല മരിയ. നമ്മൾ അറിയാതെ തന്നെ അവളെ നശിപ്പിക്കുകയായിരുന്നു. അവളിലൊരു പിശാചിനെ വളർത്തിയെടുക്കുകയായിരുന്നു. അതിനുള്ള ശിക്ഷയാണ് കിട്ടിയത് നമ്മൾക്കും അവൾക്കും. അത്യധികം വേദന കൊണ്ട് ജോണിൻ്റെ മുഖം ചൊളിഞ്ഞു. ഇനിയാണ് നമ്മൾ അവളുടെ രക്ഷകരാവേണ്ടത്. ഇനിയാണ് അവൾക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യം. നമ്മൾക്ക് അവളെയും തിരിച്ചു പിടിക്കണ്ടേ, നമ്മുടെ മോളെ തിരിച്ചു കൊണ്ടുവരണ്ടേ അവളെ? കരയുന്ന മരിയയുടെ കവളിൽ അലിവോടെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ജോണത് പറഞ്ഞത്. നിറഞ്ഞ കണ്ണോടെ തന്നെ അവർ തലയാട്ടി. വേണം, വേണം ഇച്ചായ, എനിക്കെൻ്റെ മോളെ വേണം. അവളെ അവളായിട്ട് തന്നെ തിരികെ വേണം. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. അവളില്ലെങ്കിൽ ഞാനുണ്ടോ? അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ. എനിക്കെൻ്റെ മോളെ വേണം ഇച്ചായ. ആവേശത്തിൽ പറഞ്ഞു തുടങ്ങിയ മരിയ ഒരു പൊട്ടിക്കരച്ചിലോടെ ജോണിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അയാൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. പ്രണയിച്ച് വിവാഹം കഴിച്ചു. നീണ്ട 10 വർഷത്തോളം കൊതിച്ചും കരഞ്ഞും കർത്താവിൻ്റെ കരുണ തേടിയും ദാനം പോലെ കിട്ടിയ കൺമണി റിമി മരിയ ജോൺ. അവൾക്ക് വേണ്ടി, അവൾ പറഞ്ഞാൽ ആ സന്തോഷത്തിന് വേണ്ടി യാതൊരു മടിയുമില്ലാത്ത ഒരു അമ്മയുടെ കരച്ചിൽ ചീളുകൾ അയാളെ ഉലച്ചു കളഞ്ഞു. റിമിക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി അവരെന്തും ചെയ്യുമായിരുന്നു, എന്തും. കാരണം വാത്സല്യം ഭ്രാന്തമായൊരു വികാരമായി അവരെ ചുറ്റിവരിഞ്ഞ് പിടിച്ചിരുന്നു. ഭ്രാന്തനെ മനുഷ്യനാക്കാനും മനുഷ്യനെ ഭ്രാന്തനാക്കാനും സ്നേഹത്തിനോളം കഴിവ് മറ്റെന്തിനാണ്? കണ്ണനെ മിത്തു ചേർത്ത് പിടിച്ചപ്പോൾ ആദ്യ ഫ്ലൈറ്റ് യാത്രയുടെ ആലസ്യവും വെപ്രാളവും നിറഞ്ഞ സീതയെ അജു ഇറുകെ കെട്ടിപ്പിടിച്ചു. നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയ ഭാവത്തിൽ അവനും അവളും പരസ്പരം ചേർന്ന് നിന്നു. മിത്തുവും കണ്ണനും കൂടിയാണ് ലഗേജെല്ലാം വണ്ടിയിലേക്ക് എടുത്ത് വെച്ചത്. ആദ്യമായി വന്നുപെട്ടതിൻ്റെ കൗതുകത്തോടെ സീതയുടെ കണ്ണുകൾ ചുറ്റും പാറി നടക്കുന്നത് കണ്ടിട്ട് മിത്തുവും കണ്ണനും പരസ്പരം നോക്കി ചിരിച്ചു. മിത്തുവിനൊപ്പം കണ്ണൻ മുന്നിലേക്ക് കയറിയപ്പോൾ അജുവിൻ്റെ കൈവിടാതെ തന്നെ സീത പിന്നിലേക്ക് കയറി. അപ്പോഴും അവളുടെ കണ്ണുകൾ ഓരോ കാഴ്ചകളെയും ആവേശത്തിൽ ഉള്ളിലേക്ക് ആവാഹിക്കുന്ന തിരക്കിലായിരുന്നു. കിടക്കാരനില്ലേ? വരുമ്പോൾ ഞാൻ വിളിക്കില്ലേ? ഉള്ളിലെ അമിത ആഹ്ലാദം മറച്ചു വയ്ക്കാതെ തന്നെ കണ്ണിലൊരു സൂര്യനെ കത്തിച്ചു വെച്ചിട്ടാണ് ഹരി പാർവിനോട് ചോദിച്ചത്.
കണ്ണനെയും സീതയെയും യാത്രയാക്കി ഒരുപാട് നേരം വൈകിയാണ് അന്നവൻ വീട്ടിലേക്കെത്തിയത്. അവനെ വീട്ടിലിറക്കിയാണ് ആദിയും സിദ്ധുവും തിരിച്ചു പോയത്. കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുന്നേ അവന് മുന്നിൽ വാതിൽ തുറന്നുകൊണ്ട് നിൽക്കുന്ന പാറു തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്നോർമ്മ അവനെ അങ്ങേയറ്റം സന്തോഷിപ്പിച്ചു. എനിക്ക് ഉറക്കം വന്നില്ല. തിരികെ വാതിൽ കുറ്റിയിടുന്നതിനിടെ പാറു പറഞ്ഞു. നേർത്തൊരു ചിരിയോടെ ഹരി അവളെ നോക്കി. ചോറ്? പാറു അവനെ നോക്കി. വേണം, ഒന്നും കഴിച്ചിട്ടില്ല. അതിനെ പറ്റിയൊരു മൂഡിലായിരുന്നില്ല, ഹരി പറഞ്ഞു. പാറുവിൻ്റെയും മുഖം മങ്ങി. വിശക്കുന്നു പാറു. അതറിഞ്ഞതുപോലെ ഹരി പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും പാറു ധൃതിയിൽ അടുക്കളയിലേക്ക് ചെന്നു. ലല്ലുമോൾ എപ്പോഴാ ഉറങ്ങിയേ? ഹാളിലെ മേശയിൽ ഇരിക്കാതെ അടുക്കളയിലെ കുഞ്ഞു മേശയിലേക്ക് ഇരുന്നു കൊണ്ട് ഹരി ചോദിച്ചു. ഇച്ചിരി മുന്നേ. ഇത്രയും നേരം കാത്തിരിപ്പായിരുന്നു. ചോറ് വിളമ്പി അവൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്തുകൊണ്ട് പാറു പറഞ്ഞു. ആരെ? ഹരി കുസൃതിയോടെ ചോദിച്ചു. അവൻ്റെ മുഖം കണ്ടതും പാറു അതുവരെയുമില്ലാത്ത വെപ്രാളത്തോടെ തിരിഞ്ഞു നിന്നു. ഹരി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. നീ കഴിച്ചോ? കറിയെടുത്ത് ഒഴിച്ചുകൊണ്ട് ഹരി പാറുവിനെ നോക്കി. അവൻ്റെ മുന്നിലെ കപ്പിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് പാറു മൂളി. എന്നാലും ഇവിടെ ഇരിക്കെ, എനിക്കൊരു കമ്പനിക്ക്. പാറു എന്തെങ്കിലും പറയും മുൻപ് ഹരി അവളുടെ കൈപിടിച്ച് വലിച്ച് അരികിലേക്കിരുത്തി. നാളെ മുതൽ എനിക്ക് ഓഫീസിൽ പോയി തുടങ്ങണം. കഴിക്കുന്നതിനിടെ ഹരി പറഞ്ഞു തുടങ്ങി. വെറുതെ മൂളി കേട്ടുകൊണ്ട് പാറു അവന് കൂട്ടിയിരുന്നു. അവളൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും ഹരിയേറെ നിർവൃതിയിലായിരുന്നു. അത്രയും മനോഹരമായ നിമിഷങ്ങളാണ് അവയോരോന്നും അവൻ്റെ ജീവിതത്തിൽ. അവളെല്ലാം കേൾക്കുന്നുണ്ട്, കൗതുകത്തോടെ മൂളുന്നുണ്ട്. അത് മതി. അത്രയും മതിയായിരുന്നു അവൻ്റെ ഉള്ളൊരു സന്തോഷത്തിൻ്റെ പെരുമഴക്കാലത്തിൻ്റെ കുളിരിൽ മുങ്ങി നിവരാൻ. കാരണം അവനവളെ അത്രമേൽ സ്നേഹിക്കുകയല്ലേ. മിണ്ടിയാലും മിണ്ടാതിരുന്നാലും അവളവന് പ്രിയപ്പെട്ടവനാണ്. ബന്ധനങ്ങളില്ലാത്ത സ്നേഹത്തേക്കാൾ മനോഹരമായി മറ്റെന്തെങ്കിലുമുണ്ടോ ഈ ലോകത്ത്? കണ്ണനെയും സീതയെയും റൂമിലാക്കി കൊടുത്തതിന് ശേഷമാണ് മിത്തു അജുവിനെയും കൂട്ടി ഇറങ്ങിയത്. കുറച്ച് മാറി തന്നെയാണ് അവരുടെ റൂമും. കണ്ണൻ്റെ ഫ്ലാറ്റിൽ 2 റൂം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊരു പ്രൈവസി വേണമല്ലോ എന്നോർത്താണ് അജുവിനെ അവൻ കൂടെ കൂട്ടിയത്. അന്നൊരു ദിവസം അവിടെ നിൽക്കാൻ കണ്ണനും സീതയും ഒരുപാട് നിർബന്ധിച്ച് പറഞ്ഞുവെങ്കിലും അർജുൻ മിത്തുവിൻ്റെ കൂടെ തന്നെ ഇറങ്ങി. എന്താണ് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിപ്പോയത് എൻ്റെ ദുർഗാലക്ഷ്മി? വാതിലടച്ച് കുറ്റിയിട്ടതിനു ശേഷം ഹാളിലെ സോഫയിൽ തളർന്നിരിക്കുന്ന സീതയെ നെഞ്ചിലടക്കി പിടിച്ചുകൊണ്ട് കണ്ണൻ ചോദിച്ചു. മടുത്തുപോയോ ലച്ചു? കണ്ണൻ വാത്സല്യത്തോടെ അവളെ നോക്കി. ഇല്ലെന്ന് സീത തലയാട്ടി. അപ്പോഴും മുഖമുയർത്തി നോക്കുന്നില്ല. ലച്ചു എന്തേടി? ആ മൗനം കണ്ടിട്ടാണ് കണ്ണൻ അവളുടെ മുഖം പിടിച്ചുയർത്തി നോക്കിയത്. നിറഞ്ഞു തൂവാറായ കണ്ണുകൾ. എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം കണ്ണേട്ടാ. അതുവരെയും ആ കണ്ണിൽ കണ്ടിരുന്ന കൗതുകമുണ്ടായിരുന്നില്ല അവളിലേപ്പോൾ. ആദ്യമായി വീട് വിട്ട് നിന്നൊരു കുഞ്ഞു പെണ്ണിൻ്റെ പരിഭവം പോലെ. കണ്ണന് ചിരി വന്നു അവളുടെ വീർത്ത കവളും ചുണ്ടും കണ്ടിട്ട്. അപ്പോൾ പിന്നെ എനിക്കാരാ എൻ്റെ ലച്ചു? അവൻ അരുമയോടെ അവളെ തഴുകി. സീത വേദനയോടെ അവനെ നോക്കി. ഒന്നുമില്ലടേ, ആദ്യമായിട്ട് വീട് വിട്ട് നിൽക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാവുന്ന ഇമോഷൻ. അതാ എൻ്റെ ദുർഗാലക്ഷ്മിക്കും. 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറില്ലേ? ഇല്ലെങ്കിൽ സ്നേഹം കൊണ്ട് നിൻ്റെ കണ്ണേട്ടൻ അതങ്ങ് മാറ്റില്ലേ? പിന്നെ എന്നെ വിട്ടു പോകുന്നത് ഓർക്കുമ്പോൾ തന്നെ നിനക്ക് ശ്വാസം മുട്ടും. കണ്ണൻ അവളെ തലോടി ആശ്വാസം പകർന്നു കൊടുത്തു. ഇപ്പോൾ എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നൊരു മനസ്സാ നിനക്ക്. പോയിട്ടൊന്ന് ഫ്രഷായി നന്നായി കിടന്നുറങ്ങ്. ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വാ എണീക്ക്. വീണ്ടും തന്നിലേക്ക് പറ്റിക്കൂടുന്നവളെ കണ്ണൻ തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കണ്ണൻ സീതയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുറിയിലേക്ക് കടന്നത്. വാതിൽ തുറന്ന് അകത്ത് കയറി അവൻ കൈയെത്തിച്ച് ലൈറ്റ് ഓൺ ചെയ്തു. അത്ഭുതം കൊണ്ട് സീതയുടെ മിഴികൾ വിടർന്നു. കണ്ണനെ നോക്കിയപ്പോൾ ഒരു സർപ്രൈസ് ഒരുക്കിയ സന്തോഷത്തിൽ വിടർന്ന മുഖം. മനസ്സിലെ ആഹ്ലാദം മനോഹരമാക്കിയ ഒരു ചിരിയുണ്ടായിരുന്നു അവൻ്റെ മുഖം നിറയെ. കണ്ണേട്ടാ! ചുറ്റും നോക്കിക്കൊണ്ട് തിരിയുന്നതിനിടെ തന്നെ സീത ആവേശത്തിൽ വിളിച്ചു. അവളുടെയും അവൻ്റെയും മനോഹരമായ അനവധി നിമിഷങ്ങളുടെ പകർപ്പ് ആ മുറിയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒരുമിച്ച് കൂടുമ്പോഴൊക്കെയും കണ്ണനത് സെൽഫിയാക്കി ഫോണിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. പല ഭാവത്തിൽ പകർത്തിവെച്ച ചിത്രങ്ങൾക്കെല്ലാം പ്രണയത്തിൻ്റെ മാസ്മരിക ഭാവം. സീത തൊട്ടും തലോടിയും അവയിലെല്ലാം അലഞ്ഞു നടന്നു. കഴിഞ്ഞുപോയ മനോഹര നിമിഷങ്ങൾ ഒന്നുകൂടി ആവർത്തനം ചെയ്യുന്ന പോലെ അവളെ ചുവപ്പിച്ചു, രസിപ്പിച്ചു. ഇഷ്ടായോ നിനക്ക്?
കാതിൽ കുളിര് പടർത്തി അവൻ്റെ ചോദ്യം പിന്നിൽ നിന്നും പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. അവനെ നോക്കി മൂളുമ്പോൾ ആ നെഞ്ചിൽ ഒതുങ്ങിച്ചേരുമ്പോൾ സീതയുടെ കണ്ണുകൾ നിറഞ്ഞത് സന്തോഷം കൊണ്ടായിരുന്നു. പറഞ്ഞതല്ലേ ഞാൻ, നിനക്കായി ഞാനൊരു സ്വർഗമൊരുക്കി കാത്തിരിപ്പാണെന്ന്. പ്രണയത്തിൻ്റെ ഭാരം കൊണ്ട് അവൻ കിതച്ചു പോയിരുന്നു. ഈ ഫ്ലാറ്റിലെ കാറ്റിന് പോലും നിന്നെ പരിചിതമാണ് ലച്ചു. എൻ്റെ ഈ പ്രാണനെക്കുറിച്ച് ഞാൻ ഇവിടെയെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹൃദയമന്ത്രം പോലെ സ്വകാര്യമായി കണ്ണൻ പറഞ്ഞു. സീത കൂടുതൽ കൂടുതൽ അവനിലേക്ക് ചേർക്കപ്പെട്ടു. എല്ലാം എല്ലാം ഞാൻ നിന്നിലേക്ക് പകർന്നു നൽകും. അതിനുള്ള കാത്തിരിപ്പിന് വല്ലാത്ത സുഖമുണ്ടായിരുന്നു. കവളിൽ കൈചേർത്ത് പിടിച്ച സീതയുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തുകൊണ്ട് കണ്ണൻ പറഞ്ഞു. പ്രണയത്തിളക്കമുണ്ടെങ്കിൽ കൂടിയും യാത്രാക്ഷീണം ആ മിഴികളിൽ പ്രകടമായതുകൊണ്ട് തന്നെ കണ്ണൻ അവളെ കൂടുതൽ സ്നേഹിച്ച് ബുദ്ധിമുട്ടിക്കാൻ ഒരുക്കമായിരുന്നില്ല. നീ എപ്പോൾ വന്നു? നേർത്തൊരു ചിരി പോലുമില്ല റിമിയിൽ. നിസ്സംഗത നിറഞ്ഞ അതേ മുഖം, പഴയ തിളക്കം മാഞ്ഞ കണ്ണുകൾ. ആരെയും നേരിടാൻ പാകത്തിനുള്ള വീറും വാശിയും നിറഞ്ഞ ചേഷ്ടകളിൽ ഒരുതരം മരവിപ്പ് കടന്നുകൂടിയിരിക്കുന്നു. മിത്തുവിൻ്റെ ഹൃദയം പിടച്ചു വീണ്ടും വീണ്ടും. ഡാഡി വിളിച്ചിട്ടും നീ എന്തേ ഓഫീസിൽ പോകാഞ്ഞേ? ഒട്ടും പ്രതീക്ഷിക്കാത്ത അവൻ്റെ ചോദ്യം. റിമി ഒന്നും പറയാനില്ലാത്ത പോലെ ബാൽക്കണിയിൽ നിന്നും താഴെ കാണുന്ന നഗരത്തിരക്കിലേക്ക് മിഴികൾ നീട്ടി. റിമി, നിന്നോടാണ് ഞാൻ ചോദിച്ചത്, എനിക്കുത്തരം വേണം. മിത്തു അവളെ ബലമായി അവന് മുന്നിലേക്ക് തിരിച്ചു നിർത്തി. മുഖമുയർത്തി തൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നവൾക്ക് മുന്നിൽ മിത്തു തോറ്റുപോയി. ആ നോട്ടത്തിൽ പറയാൻ വന്നതൊക്കെയും അവൻ മറന്നുപോയി. പതറി പിടഞ്ഞു. വേണ്ടെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടും എനിക്ക് കൂട്ടിരുന്നിട്ടല്ലേ നിന്റെ ജോലി പോയത്. അതെന്തിനായിരുന്നു മിത്തു? അതിനെക്കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ? തികച്ചും ശാന്തമായിട്ടായിരുന്നു ആ ചോദ്യമെങ്കിൽ കൂടിയും മിത്തുവിൻ്റെ ഹൃദയം വിറച്ചു. അവൾ എങ്ങനെ അറിഞ്ഞോ ആവൂ ജോലി പോയത്? അല്ലെങ്കിലേ ഒരു കാരണം കാത്തു നിന്നിരുന്ന ആ മാനേജർ ചെന്നിറങ്ങിയതിൻ്റെ പിറ്റേന്ന് തന്നെ തിരിച്ചു ചെല്ലണമെന്നും ഇല്ലെങ്കിൽ ഇനി ഈ ജോലി പ്രതീക്ഷിക്കരുതെന്നും പറഞ്ഞപ്പോൾ പോലും ഹൃദയം ഒരിക്കൽ പോലും മാറി ചിന്തിച്ചില്ല. മുന്നിലെ പ്രതീക്ഷകൾ മരവിച്ചു കൊണ്ടിരിക്കുന്നവളായിരുന്നു തൻ്റെ ജീവനും ജീവിതവും. അതിനേക്കാൾ വലുതാണ് ഈ ജോലിയെന്ന് ഈ നിമിഷം വരെയും തോന്നിയിട്ടില്ല. ഉത്തരം എനിക്കും വേണം മിത്തു. ഇത്രയും റിസ്ക് എടുക്കാൻ ആരാ നിനക്ക് ഞാൻ? പറഞ്ഞു താ അത്. ചോദ്യത്തിനൊപ്പം റിമിയുടെ നോട്ടവും അവൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. നീ എൻ്റെ കൂട്ടുകാരി, മിത്തു പതർച്ചയോടെ പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്നു. ആണോടാ? അതേ സ്പീഡിൽ തന്നെ റിമി അവനെ തിരിച്ചു നിർത്തി. ദുർബലമായി മിത്തു വീണ്ടും ഒന്ന് മൂളി. നീ എനിക്കെൻ്റെ കൂട്ടുകാരിൽ ഒരാൾ മാത്രമായിരുന്നു മിത്തു. എന്നെ ഏറെ തിരുത്തിയ, ഞാൻ അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് തരാത്ത വെറും കൂട്ടുകാരൻ. പക്ഷേ എനിക്ക് തോന്നുന്നു നിനക്ക് ഞാൻ അങ്ങനെയല്ലെന്ന്. കഴിഞ്ഞുപോയ നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷത്തിലും ഞാൻ വീണ്ടും വീണ്ടും കയറിയിറങ്ങി. ഒന്നല്ല, ഒരുപാട് തവണ. അവിടെയൊന്നും മിത്തു എന്ന കൂട്ടുകാരനെ മാത്രം ഞാൻ കണ്ടില്ലല്ലോ. റിമി അവനെ പിടിച്ചുലച്ചു. കാണില്ല. ശ്വാസമെടുത്തുകൊണ്ട് വളരെ പതിയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന റിമിയുടെ കയ്യിൽ അവൻ പിടിച്ചു. കണ്ണനെന്ന ഒറ്റ മന്ത്രത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച റിമി മറിയ ജോൺ, അവളെ മാത്രം മോഹിച്ചു ജീവിക്കുന്ന, ജീവനും ജീവിതവും അവൾക്ക് സമർപ്പിക്കാൻ മാത്രം ഇഷ്ടവും പ്രണയവും ഹൃദയത്തിൽ നിറച്ച് ജീവിച്ച മിഥുനെ കാണില്ല. നേർത്തൊരു ചിരിയോടെ അത് പറഞ്ഞു നിർത്തുമ്പോൾ അതുവരെയും അവനിൽ നിറഞ്ഞു നിന്നിരുന്ന ശ്വാസമുട്ടൽ അപ്പാടെ നിലച്ചു പോയിരുന്നു. തിരയൊടുങ്ങിയ കടൽ പോലെ അവനുള്ളം ശാന്തമായപ്പോൾ കൂറ്റൻ തിരമാലകൾ വന്നടിച്ച് റിമിയുടെ ഹൃദയഭിത്തികൾ പ്രകമ്പനം കൊണ്ടിരുന്നു. അപ്പോൾ മുതൽ